ഡൽഹിയിലെ IRS ഉദ്യോഗസ്ഥന്റെ മകളുടെ കൊലപാതകത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട്. ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്നറിയാൻ സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്കായി അയച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. അച്യുതൻ, ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വിശദാംശങ്ങളായിരുന്നു. അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ആസൂത്രിതമാണ് എന്നതും എത്രമാത്രം ക്രൂരമാണ് എന്നതും മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എന്തൊക്കെയാണ്? പ്രജിൻ അസിത, ഈ ബുധനാഴ്ച രാവിലെയായിരുന്നു ഈ ക്രൂരകൃത്യം ഡൽഹിയിൽ നടക്കുന്നത്. പ്രതിയായിട്ടുള്ള രാഹുൽ മീണ ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് ഈ സിവിൽ സർവീസിന് പഠിച്ചുകൊണ്ടിരുന്ന ഈ IRS ഉദ്യോഗസ്ഥന്റെ മകളെ കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും പോലീസ് ഇതിൽ ബലാത്സംഗം നടന്നതായുള്ള ചില സംശയങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആ കൊലപാതകത്തിന്റെ നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കഴുത്ത് ഞെരിച്ചായിരുന്നു കൊലപാതകം എന്നുള്ളതാണ്. കാരണം കഴുത്തിലെ ആ തൈറോയിഡുമായി ബന്ധപ്പെട്ടുള്ള അസ്ഥികൾക്ക് പൊട്ടലുണ്ട് എന്നുള്ളത് കണ്ടെത്തി. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ കൈകളിലും കാലുകളിലും മുറിവുകളും ചതവുകളും ഉണ്ട്. മൂക്കിന്റെ അസ്ഥിയിൽ ഒടിവുള്ളതായും കണ്ടെത്തി. മുഖത്ത് ഒന്നിലധികം മുറിവുകൾ ഉണ്ടായിരുന്നു. അതും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും ഇതിലിപ്പോൾ പോലീസ് സംശയിക്കുന്ന പോലെ ഒരു ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായി നേരത്തെ തന്നെ ശേഖരിച്ച സാമ്പിളുകൾ അത് വിശദ പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വിവരം. എന്തായാലും കേസിൽ രാഹുൽ മീണയെ ചോദ്യം ചെയ്ത് വരികയാണ്. കാരണം ഇദ്ദേഹം ഈ കൃത്യം നടത്തുന്നതിന് മുൻപ് സ്വന്തം ദേശത്ത് രാജസ്ഥാനിൽ മറ്റൊരു ബലാത്സംഗം നടത്തുകയുണ്ടായി. അപ്പോൾ പ്രതിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലെ ഇതിനു മുൻപും കുറ്റകൃത്യം നടത്തിയതായാണ് പോലീസ് വിലയിരുത്തുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. പ്രജിൻ അസിത. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.